പാർലമെന്റ് സമ്മേളനത്തിലേക്ക് വരാൻ കഴിയില്ലെങ്കിലും പാർലമെന്റിലെ തൻ്റെ ഓഫീസിൽ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിൽ പാർലമെന്റിൽ വരാതിരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വന്നിരിക്കുന്നു. അതുപോലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി ജയശങ്കർ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രമുഖരും ഉന്നത ഉദ്യോഗസ്ഥരുമായ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരും യോഗത്തിൽ എത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധവും ഇതുമൂലമുണ്ടാകുന്ന ആഗോള സാഹചര്യങ്ങളുമൊക്കെയാണ് യോഗം വിലയിരുത്തിയത് എന്നാണ് അറിയുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ പ്രതിസന്ധി എത്രത്തോളം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച ചെയ്തു എന്നും പറയുന്നു. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ 40%, LNGയുടെ 60% പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ അടച്ചുപൂട്ടിയ ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കവും തടസ്സപ്പെട്ടതുകൊണ്ടുണ്ടായ വെല്ലുവിളികളും ഇതിനെ മറികടക്കാനുള്ള വഴികളും ഈ യോഗം ചർച്ച ചെയ്തു എന്നും അത് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് പോലും എത്താത്ത പ്രധാനപ്പെട്ട മന്ത്രിമാർ ഈ യോഗത്തിലെത്തിയത് എന്നാണ് അറിയുന്നത്. രാജ്യത്തെ ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കാനും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ നേരിടാനുമുള്ള തന്ത്രങ്ങളൊക്കെ ഈ യോഗത്തിൽ രൂപീകരിച്ചു എന്നാണ് അറിയുന്നത്. ഏതായാലും പാർലമെൻറ്റിൽ സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തിനകത്ത് നിന്ന് മാത്രമല്ല പുറത്തുള്ള കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ അമിത്ഷാ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. കാരണം വെടിവെക്കാൻ ഉത്തരവിട്ടത് അമിത്ഷയാണെന്ന ആരോപണത്തിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരെ നടന്ന ക്രൂരമർദ്ദനത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഈ രാജ്യം മുഴുവൻ പ്രചരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാകട്ടെ സമൂഹ മാധ്യമ പേജിലൂടെയെല്ലാം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. യൂണിഫോം ഇല്ലാത്ത ആളുകൾ വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്നതിൻ്റെയും നിലത്തേക്കിടുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പരസ്യമാക്കി കഴിഞ്ഞു. കണ്ണീർ വാതകം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ തുരത്തി ഓടിച്ചു എന്ന സർക്കാരിൻ്റെ വാദം ചോദ്യം ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അങ്ങനെയുള്ള മാന്യമായ ഒരു നടപടിയുമല്ല സ്വീകരിച്ചത്. ഇങ്ങനെ വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ നേരിട്ടത് എന്നുള്ള സത്യങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ പ്രതിരോധത്തിലായിരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം പാർലമെൻറ്റിൽ എത്തുന്നില്ല എങ്കിലും ഒളിച്ചു വന്ന് ഇങ്ങനെയുള്ള യോഗം ചെയ്യുന്നൊരു ഗതികേട് അത് വല്ലാതെ ചർച്ചയാവുകയാണ് രാജ്യത്ത്.